ഇത്? ഇത് ക്രയോൺസ്. നിനക്കിത് ആര് മേടിച്ചു തന്നതാ? കഴിഞ്ഞ പ്രാവശ്യം ചേച്ചിയാണ് ഇത് മേടിച്ചത്. അപ്പൊ ചേച്ചിയാണ് ഇത് മേടിച്ചത്. ആണല്ലോ, ചേച്ചിയാണല്ലോ മേടിച്ചു തന്നത്. പിന്നെ ഈ ക്രയോൺസ് ഇങ്ങനെ കളയണ എന്തിനാ? ഞാൻ കളഞ്ഞില്ലല്ലോ ചേച്ചി. കളഞ്ഞില്ല അല്ലേ? പിന്നെന്തേ ഇതൊക്കെ എന്താ? ഇനിയേ കുഞ്ഞുമോളി ക്രയോൺസ് വെച്ച് വരയ്ക്കണ്ട കേട്ടോ. ചേച്ചി ക്രയോൺസ് എന്തിനാ തന്നിട്ട്? കളയാനല്ലേ? വേറെ വല്ല ക്രയോൺസ് ഉണ്ടെങ്കിൽ അത് വെച്ചങ്ങ് വരച്ചാ മതി. ഇല്ല, തരാൻ പറ്റത്തില്ല. ഇല്ല, തരത്തില്ലെന്ന്. ഒരു സാധനം മേടിച്ചത് മര്യാദയ്ക്ക് സൂക്ഷിക്കൂല. എന്നിട്ട് എന്തിനാണ് പ്രശ്നം? എന്റെ ക്രയോൺസ് തരാൻ പറ. ക്രയോൺസ് ഓട് ചേച്ചി. കൊച്ചിന്റെ ക്രയോൺസ് എന്തിനാണ് ചേച്ചിക്ക്? എന്റെ തടി മേടിക്കുവേ. ക്രയോൺസ് ഓട് ചേച്ചി. ഇല്ല, കൊടുക്കാൻ പറ്റത്തില്ല. ചേച്ചിക്ക് എന്താ പ്രശ്നം? നിനക്കെന്താണ് പ്രശ്നം? എടാ, ഇവക്കൊരു ഉത്തരവാദിത്വം ഇല്ല, അതാണ് എന്റെ പ്രശ്നം. ഈ കൊച്ചിന് ഉത്തരവാദിത്വം ഇല്ലെന്നാ? ഇവിടെയുള്ള ബാക്കി എല്ലാത്തിനും പിന്നെ ഭയങ്കര ഉത്തരവാദിത്തമുണ്ട്. കുഴപ്പമില്ല. എനിക്ക് എന്തായാലും ആവശ്യത്തിൽ കൂടുതൽ ഉത്തരവാദിത്വം ഉണ്ട്. അതെനിക്കറിയാം. തനിക്ക് ആവശ്യത്തിൽ കൂടുതൽ ഉത്തരവാദിത്വം ഉണ്ടെന്ന്. അതാണ് ഇവിടുത്തെ പ്രശ്നവും. എന്തോന്നാണ് പിന്നെയും തുടങ്ങിയ രണ്ടെണ്ണം കൂടി? യോ, ഞങ്ങൾ തമ്മിലല്ല, പാറച്ചേച്ചി ലച്ചേച്ചി തമ്മിലാണ് പ്രശ്നം. ഞാൻ വെറും ഒരു വഴിപോക്കനാണേ. അമ്മായി, എനിക്ക് ഈ ക്രയോൺസ് തരാൻ പറ. പിന്നെ അമ്മായി ചേച്ചിയുടെ ക്രയോൺസ് കുറെ മേടിച്ച് തരും. പക്ഷേ ഉള്ളത് വെച്ച് അങ്ങ് വരച്ചാ മതി. എടാ ലച്ചു, നിനക്ക് എന്താണ് പ്രശ്നം? ഇങ്ങനെയാണെങ്കിൽ ഞാൻ എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോവേ. ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ടല്ലോ. ഈ നാട്ടുകാർക്ക് മൊത്തം അറിയാം അമ്മ ഇടയ്ക്കിടയ്ക്ക് കറങ്ങാൻ പോകുന്ന കാര്യം. പറയണ ആള് പിന്നെ എവിടെ പോവാറില്ലല്ലോ. ഇവിടെ ഒറ്റണത്തിനും ഞാൻ ചെലവാക്കുന്ന കാശിന് യാതൊരു വിലയില്ല. അതാണ് ഈ കിടന്ന് കാണിക്കുന്നത്. ക്രയോൺസ് ഇല്ല. നിന്നെ തൂക്കിയെടുത്ത പാവണെ കൊണ്ട് കളഞ്ഞാല് മിക്കവാറും വേണ്ടി വരും. 2-3 ദിവസം ഉണങ്ങിയാണ്. കിച്ചണേന്നേ അവള് വാങ്ങിച്ച പച്ചക്കറിയുടെ കണക്ക് പറയായിരുന്നു. ചേച്ചി ഇപ്പൊ കണക്കപ്പിള്ളയായി വരുവാ. കണക്കപ്പിള്ളയുടെ കണക്കൊക്കെ ഞാൻ തെറ്റിക്കണുണ്ട്. ഇനിയിപ്പോ അതേ നടക്കും. കേശുവേ, ഞാൻ ഇവിടെ നിന്നാലേ എന്തെങ്കിലും നടക്കും. ഞാൻ ഒന്ന് പുറത്തു പോകാൻ പോണം. പുറത്തു പോകാൻ പോണെന്ന് പറഞ്ഞാൽ അകത്തോട്ട് പോകണം. ഡ്രസ് മാറാൻ പോയായിരിക്കും. അവള് അവളുടെ ക്രയോൺസ് പ്രശ്നം ഉണ്ടാക്കാനായിട്ട് സ്കെച്ച് വെച്ചടിച്ചാൽ